ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡെസേർട്ടാണ്. ഇപ്പോൾ റംസാനൊക്കെ അല്ലേ വരുന്നത്, അതിനുശേഷം സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാറ്റിനും കൂടി നമുക്കൊരു അടിപൊളി ഡെസേർട്ട് നമുക്ക് തയ്യാർ ചെയ്യാം. ഇത് റോയൽ ഫലൂഡയാണ്. ഇത് നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുമ്പം ഭയങ്കര റേറ്റാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് നേരത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴും കുട്ടികൾക്ക് ആവശ്യപ്പെടുമ്പോഴും കൊടുക്കാം. ഫലൂഡ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമുക്ക് 2-3 സ്റ്റെപ്പ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയം എടുത്ത് സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലാക്ക് കസ്കസ് അഥവാ സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. നല്ല മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർമിസിലി നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഡബിൾ ഹാസിൻ്റെ അൺറോസ്റ്റഡ് വെർമിസിലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അൺറോസ്റ്റഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കളർ വൈറ്റായിട്ട് കിട്ടും. ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് വെർമിസിലി ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. വെന്ത് കുളയണ്ട, നല്ലതുപോലെ സ്പ്ലിറ്റഡായിരിക്കണം, പക്ഷേ വെന്തിരിക്കണം. നമ്മുടെ സേമിയ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്കൊരു റോസ് മിൽക്ക് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ 1/2 ലിറ്റർ പാൽ കായ്ച്ച് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ റോസ് മിൽക്ക് എസൻസാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ടൈഗറിൻ്റെ റോസ് മിക്സാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒരു മിക്സിയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് 1 കപ്പ് പാൽ. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് ഫലൂഡ വേണം എന്നുള്ളത് കണക്കാക്കി നമുക്ക് പാലൊഴിക്കാം. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 2 ഡ്രോപ്സ് ഈ മിക്സ് റോസ് മിക്സ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. മിൽക്ക് ഷേക്കായിട്ട് റോസ് മിൽക്ക് ഷേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റോസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ സേമിയയും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറുത്തെടുക്കാം. ഇവിടെ ഞാൻ നേരത്തെ തന്നെ സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇത് കടയിൽ കിട്ടുന്നതാണ്, റെഡിമെയ്ഡായിട്ട് ജെല്ലി ക്രിസ്റ്റൽസ്. ഞാൻ വാങ്ങിച്ചത് വീക്ക് ഫീൽഡിൻ്റെയാണ്. ഈ സ്ട്രോബെറി ഫ്ലേവറാണ്. എല്ലാ ഫ്ലേവറിലും കിട്ടുന്നുണ്ട്. ഇതിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി ഇത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ടാൽ ഗ്ലാസ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോരോ ലെയറായിട്ടാണ് നമുക്ക് ഇടേണ്ടത്. ആദ്യം നമുക്ക് ജെല്ലി ഇടാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് 1 ലെയർ ജെല്ലി ഇടാം. കുതിരാൻ വെച്ച സബ്ജ സീഡ്സ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലിരുന്ന് ഒരു 3 ടീസ്പൂൺ ഇടാം. അടുത്ത ലെയറായിട്ട് നമ്മൾ വേവിച്ച് വെച്ച സേമിയ 1 ലെയർ ഇടാം. സേമിയ നല്ലത് തണുത്തതാണ്. ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് ഈ റോസ് എസൻസ് ഇടാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഞാനിവിടെ കുറച്ച് ബദാം, ക്രഷ്ഡ് കാഷ്യൂസ്, ക്രഷ്ഡ് പിസ്താസ് എടുത്തിട്ടുണ്ട്. എല്ലാവറ്റിലും കുറച്ച് ഇടാം. ഈ നട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തോ ക്രഷ് ചെയ്തോ ഇടാമെന്നുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് മാംഗോ ഇടാം, റോബസ്റ്റ ഇടാം, രസകദളി ഇടാം. നിങ്ങൾക്ക് ഏതാണോ ഫ്രൂട്ട്സ് ഇഷ്ടം അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിടാം. അതിന് ശേഷം ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീമാണ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാമെന്നുള്ളതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് നോക്കാം.
ഇതിൽ ഒരു സ്കൂപ്പ് നമുക്ക് ഇടാം. അടുത്തതായിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന റോസ് മിൽക്ക് കുറച്ചൊഴിക്കാം. അതിനുശേഷം പിന്നെയും സബ്ജ സീഡ്സും ആപ്പിളും നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ലാസ്റ്റിൽ ഒരു ഐസ്ക്രീം സ്കൂപ്പ് കൂടി വെച്ചിട്ട് അത് കുറച്ചുകൂടി റോസ് മിൽക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് ഒരു ചെറിയും വെച്ച് അലങ്കരിച്ച് നമുക്ക് സെർവ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ റായൽ ഫലൂഡ റെഡിയായി. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.